നമസ്കാരം. അപ്പൊ ഇന്ന് 10th മെയിൻസ് ഡേ 4 പരീക്ഷയാണേ. ഇന്നത്തെ ടോപ്പിക്സ് ഇംഗ്ലീഷ് ടൈപ്സ് ഓഫ് സെന്റൻസസ്, പിന്നെ ഞാൻ ഇന്റർചേഞ്ചിന്റെ പോർഷൻ കൂടി തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതും കൂടി പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ടൈപ്സ് ഓഫ് സെന്റൻസസ് ആൻഡ് ഇന്റർചേഞ്ച് ഓഫ് സെന്റൻസസ്, കറണ്ട് അഫയേഴ്സ് ജനുവരി 2021, പിന്നെ 5th സ്റ്റാൻഡേർഡ് SCRT സയൻസ് ചാപ്റ്റർ 1 സസ്യലോകത്തെ അടുത്തറിയാം, പിന്നെ മലയാളം 5 പര്യായം. ഇത്രയേ ഉള്ളേ. അപ്പോൾ എക്സാമിലേക്ക് പോവാം. ഇന്നത്തെ കട്ട് ഓഫും കൂടെ പറഞ്ഞേക്കാം. 13 മാർക്കാണേ. 15 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 13 മാർക്കാണ് കട്ട് ഓഫ്. 13 മാർക്കിൽ താഴോട്ടുള്ള ആൾക്കാർ ആ പോർഷൻസ് എവിടെയാണോ തെറ്റിയത് അതൊന്നുകൂടെ എടുത്തുനിന്ന് റിവൈസ് ചെയ്യാം. അപ്പോൾ എക്സാമിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം, ഓപ്പൺ ദ ഡോർ ഈസ് ആൻ ഡാഷ് സെന്റൻസ്. Open the door is an dash sentence. Option imperative, assertive, exclamatory, interrogative. 2. Barking dog seldom bite is an example of simple sentence, compound sentence, complex sentence, compound complex sentence. 3. Identify the complex sentence. Option നോക്കാം, ഉത്തരം എഴുതാം. 4. When everything fails, God helps you. A. Simple sentence. B. Compound sentence. C. Complex sentence. D. Compound complex sentence. 5. താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ഒറ്റയാനെ കണ്ടെത്തുക. എ. ബാലേയം, ബി. സരിത്ത്, സി. തടിനി, ഡി. വാഹിനി. 6. താഴെ പറയുന്നവയിൽ വാക്കിന്റെ പര്യായ പദം അല്ലാത്തത് ഏത്? എ. വാണി, ബി. വചനം, സി. ഭാഷിതം, ഡി. നിമ്നക. 7. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. എ. റൊട്ടിയിലും അച്ചാറിലും ഒക്കെ വളരുന്ന പൂപ്പലുകളെല്ലാം ശവോപജീവികളാണ്. ബി. കൂണുകൾ പൂപ്പലുകളാണ്. സി. അർദ്ധപരാദങ്ങളും പൂർണ്ണപരാദങ്ങളും ആതിഥേയ സസ്യത്തിന് ദോഷം ചെയ്യുന്നവയാണ്. ഡി. എല്ലാം ശരിയാണ്. 8. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റായത് കണ്ടെത്തുക. എ. ആതിഥേയ സസ്യങ്ങൾ നിർമ്മിച്ച ആഹാരം നേരിട്ട് വലിച്ചെടുക്കുന്ന സസ്യങ്ങളാണ് പൂർണ്ണപരാദങ്ങൾ. ബി. ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷണ ഘടകങ്ങൾ ആഗിരണം ചെയ്ത് വളരുന്ന സസ്യങ്ങളെ ശവോപജീവികൾ എന്ന് പറയുന്നു. സി. കുരുമുളക് ഇഴവള്ളികൾക്ക് ഉദാഹരണമാണ്. ഡി. മൂടില്ലാത്താളി ഒരു പൂർണ്ണപരാദമാണ്. 9. താഴെ പറയുന്നവയിൽ ഏതിനം സസ്യങ്ങളാണ് വാസസ്ഥലത്തിനായി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്നത്? എ. ശവോപജീവികൾ, ബി. ആരോഹികൾ, സി. പൂർണ്ണപരാദങ്ങൾ, ഡി. എപ്പിഫൈറ്റുകൾ. 10. താഴെ പറയുന്നവയിൽ സംഭരണ വേരുകൾക്ക് ഉദാഹരണം ഏത്? സ്റ്റോറേജ് റൂട്ട്. എ. ഉരുളക്കിഴങ്ങ്, ബി. മരച്ചീനി, സി. പേരാൽ, ഡി. ആറ്റുകൈത. 11. കേരള സാമൂഹിക സന്നദ്ധ സേനയുടെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുത്തത് ആരെയാണ്? എ. ടോവിനോ തോമസ്, ബി. നിവിൻ പോളി, സി. കുഞ്ചാക്കോ ബോബൻ, ഡി. പൃഥ്വിരാജ്. 12. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ ഫാബ് ലാബ് സ്ഥാപിതമായത് താഴെ പറയുന്നവയിൽ എവിടെയാണ്? എ. തിരുവനന്തപുരം, ബി. കൊച്ചി, സി. കോഴിക്കോട്, ഡി. തൃശൂർ. 13. 2020 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് ആര്? എ. ഡോക്ടർ എം ലീലാവതി, ബി. സുഗതകുമാരി, സി. KR മീര, ഡി. സാറ ജോസഫ്. 14. പണ്ഡിറ്റ് സതീഷ് വ്യാസ്. ഇവിടെ ഒരു വേർഡ് വിട്ടുപോയി, വ്യാസ്. പണ്ഡിറ്റ് സതീഷ് വ്യാസ് താഴെ പറയുന്നവയിൽ ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എ. പുല്ലാങ്കുഴൽ, ബി. ഷെഹനായി, സി. സന്തൂർ, ഡി. വയലിൻ.
15 OTTയുടെ ഫുൾ ഫോം എന്തുവാ? എ ഓവർ ദ ടേബിൾ, ബി ഓവർ ദ ടോപ്പ്, സി ഓപ്പൺ ദ ടാബ്ലറ്റ്, ഡി ഓപ്പൺ ദ ടോപ്പ്. അപ്പൊ ഇത്രയുള്ള ചോദ്യങ്ങള്. ഇനി ആൻസേഴ്സ് നോക്കാവേ. ആദ്യത്തെ ചോദ്യം, ഓപ്പൺ ദ ഡോർ ഈസ് ആൻ ഡാഷ് സെന്റൻസ്. ഓപ്പൺ ദ ഡോർ എന്ന് പറയുന്നത് ഇംപരേറ്റീവ് സെന്റൻസാ. എങ്ങനെ കണ്ടുപിടിക്കാം? വേർബിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസ് ഏതാണ്? ഇംപരേറ്റീവ് സെന്റൻസ് ആണ്. ഇംപരേറ്റീവ് സെന്റൻസ്. 2, ബാർക്കിംഗ് ഡോഗ്സ് സെൽഡം ബൈറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സിമ്പിൾ സെന്റൻസ്. ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ് എന്ന് പറയുന്നത് സിമ്പിൾ സെന്റൻസാ. അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദ കോംപ്ലക്സ് സെന്റൻസ്. 3, ഇവിടെ കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറയുന്നത് സി ആണ്. ഓവൻ ഹാസ് എ പിയാനോ വിച്ച് പ്ലേസ് വെൽ. ഓവൻ ഹാസ് എ പിയാനോ വിച്ച് പ്ലേസ് വെൽ. കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഒരു മെയിൻ ക്ലോസും ഒന്നോ അതിലധികമോ സബോർഡിനേറ്റ് ക്ലോസ്, അതായത് ഹെൽപ്പിംഗ് ക്ലോസും ഉള്ള സെന്റൻസ് ആണ് കോംപ്ലക്സ് സെന്റൻസ്. ഇവിടെ തന്നിരിക്കുന്നതില് ഓവൻ ഹാസ് എ പിയാനോ എന്ന് പറയുന്നത് ഒരു മെയിൻ ക്ലോസ് ആണ്. മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് അർത്ഥമുള്ള ഒരു പാർട്ട്, അത് ഓവൻ ഹാസ് എ പിയാനോ. പിന്നെ വിച്ച് പ്ലേസ് വെൽ എന്ന് പറയുന്ന ഒരു സബോർഡിനേറ്റ് ക്ലോസാ. വിച്ച് പ്ലേസ് വെൽ ഒറ്റയ്ക്ക് നിന്നാൽ ഇതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഓവൻ ഹാസ് എ പിയാനോയുടെ കൂടെ നിന്നപ്പോഴാണ് ഇതിന് അർത്ഥം കിട്ടിയത്. അതായത് സപ്പോർട്ട് ചെയ്ത് നിന്നാൽ മാത്രമേ മീനിങ് ഉള്ളൂ. അതാണ് സബോർഡിനേറ്റ് ക്ലോസ്. അതുകൊണ്ട് എന്തുവാ അത്? കോംപ്ലക്സ് സെന്റൻസാ. ഓപ്ഷൻ എ, ഓവൻസ് പിയാനോ പ്ലേസ് വെൽ എന്ന് പറയുന്ന ഒരു സിമ്പിൾ സെന്റൻസ് ആണ്. അതായത് ഒരു മെയിൻ ക്ലോസ് മാത്രമേ ഉള്ളൂ, ഒരു സിമ്പിൾ സെന്റൻസാ. രണ്ടാമത്തെ ഓപ്ഷൻ, ഓവൻ ഹാസ് എ പിയാനോ ആൻഡ് ഇറ്റ് പ്ലേസ് വെൽ. ഇവിടെ ആൻഡ് എന്ന് പറയുന്ന കൺജങ്ഷൻ യൂസ് ചെയ്ത് രണ്ട് സെന്റൻസിനെ യോജിപ്പിച്ചേക്കുമല്ലേ. ഈ രണ്ട് പാർട്ടും കംപ്ലീറ്റ്ലി മീനിങ് ഉള്ള രണ്ട് ഭാഗങ്ങളാണ്, അതായത് രണ്ട് മെയിൻ ക്ലോസുകളാണ്. അപ്പൊ രണ്ട് മെയിൻ ക്ലോസുകൾ ഉള്ളതുകൊണ്ട് ഇത് കോമ്പൗണ്ട് സെന്റൻസാ. ഇവിടെ ഓപ്ഷൻ ഡിയും അത് തന്നെയാ. ഓവൻ ഹാസ് എ പിയാനോ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു ക്ലോസ്. ഡസൻ പ്ലേ വെൽ, അതായത് ഇറ്റ് ഡസൻ പ്ലേ വെൽ എന്നുള്ള മീനിങ് ആണ്, അതും കംപ്ലീറ്റ് ആണ്. അപ്പൊ ബട്ട് യൂസ് ചെയ്ത് യോജിപ്പിച്ചേക്കുമല്ലേ, ഇതും കോമ്പൗണ്ടാ. ഇവിടെ കോംപ്ലക്സ് ഏത് മാത്രമേ ഉള്ളൂ? സി. അടുത്ത ചോദ്യം, വെൻ എവറിത്തിങ് ഫെയിൽസ് ഗോഡ് ഹെൽപ്സ് യു. ഇതേതാ? കോംപ്ലക്സ് സെന്റൻസ് ആണ്. ഓപ്ഷൻ സി, കോംപ്ലക്സ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഭാഗം ഗോഡ് ഹെൽപ്സ് യു എന്ന് പറയുന്നത് മെയിൻ ക്ലോസ് ആണ്. അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് വെൻ എവറിത്തിങ് ഫെയിൽസ്. ഒരു മെയിൻ ക്ലോസും ഒന്നോ അതിലധികമോ സബോർഡിനേറ്റ് ക്ലോസും ഉള്ളതാ ഏത്? കോംപ്ലക്സ് സെന്റൻസ്. ഇവിടെ മെയിൻ ക്ലോസ് എന്ന് പറയുന്നത് ഗോഡ് ഹെൽപ്സ് യു, സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത് ഏതാണ്? വെൻ എവറിത്തിങ് ഫെയിൽസ്. 5, താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ഒറ്റയാനെ കണ്ടെത്തുക. ഒറ്റയാൻ ഏതാ? ബാലേയം. ബാലേയം എന്ന് വെച്ചാൽ കഴുത എന്നാണ് അർത്ഥം. സരിത്ത്, തടിനി, വാഹിനി ഒക്കെ നദിയുടെ പര്യായ പദങ്ങളാണ്. 6, താഴെ പറയുന്നവയിൽ വാക്കിന്റെ പര്യായ പദം അല്ലാത്തത് ഏത്? നിംനഗ. നിംനഗ എന്നാൽ നദി. കഴിഞ്ഞൊരു എക്സാമിന് ചോദിച്ചതാ, നദി. വാണി, വചനം, ഭാഷിതമൊക്കെ വാക്കിന്റെ പര്യായ പദങ്ങളാണ്. 7, താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. എല്ലാം ശരിയാണ്. ഡി, എല്ലാം ശരിയാണ്. 8, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റായത് കണ്ടെത്തുക. തെറ്റായത് ഏതാ? സി ആണ്. കുരുമുളക് ഇഴവള്ളികൾക്ക് ഉദാഹരണമാ. അല്ല, കുരുമുളക് ആരോഹിയാണ്. ആരോഹി എന്ന് വെച്ചാ ക്ലൈംബർ ആണ്. ഇഴവള്ളി എന്ന് പറയുമ്പോൾ ക്രീപ്പർ, ഇഴഞ്ഞ് നിലത്ത് പടർന്നു വളരുന്നതാണ് ഏതാണ്? ഇഴവള്ളി. അപ്പൊ കുരുമുളക് എന്ന് പറയുന്ന ഇഴവള്ളി അല്ലല്ലോ, ആരോഹിയ, ക്ലൈംബറാ. ഇഴവള്ളിയുടെ ഇംഗ്ലീഷ് ക്രീപ്പർ. 9, താഴെ പറയുന്നവയിൽ ഏതിനും സസ്യങ്ങളാണ് വാസസ്ഥലത്തിനായി മാത്രം മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്നത്? എപ്പിഫൈറ്റ് ആണ്. എപ്പിഫൈറ്റുകൾ. ഉദാഹരണം മരവാഴ, ഓർക്കിഡ്. 10, താഴെ പറയുന്നവയിൽ സംഭരണ വേരുകൾക്ക് ഉദാഹരണം. സംഭരണ വേര് മരച്ചീനിയാണ്. ഈ ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്ന ഭൂകാണ്ഡമാണ്, അണ്ടർഗ്രൗണ്ട് സ്റ്റെം. 11, കേരള സാമൂഹ്യ സന്നദ്ധ സേനയുടെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുത്തത് ആരെയാണ്? എ, ടോവിനോ തോമസിനെയാണ്. 12, ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ ഫാബ് ലാബ് സ്ഥാപിതമായത് താഴെ പറയുന്നവയിൽ എവിടെയാ? കൊച്ചിയാണ്. ബി. 13, 2020 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് ആര്? നിരൂപണ സാഹിത്യത്തിന് നൽകുന്നതാണ് ONV സാഹിത്യ പുരസ്കാരം 2020. ഡോക്ടർ എം ലീലാവതി. 14, പണ്ഡിറ്റ് സതീഷ് വ്യാസ് താഴെ പറയുന്നവയിൽ ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സി, സന്തൂറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇദ്ദേഹത്തിന് മധ്യപ്രദേശ് സർക്കാർ നൽകുന്ന 2020 താൻസൻ സമ്മാനം ലഭിച്ചായിരുന്നു. സന്തൂറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 15, OTTയുടെ ഫുൾ ഫോം എന്തുവാ?
ഓവർ ദ ടോപ്പ് എന്നാണ്. ഓവർ ദ ടോപ്പ് ഒ ടി ടി പ്ലാറ്റ്ഫോം, നമ്മുടെ കോവിഡിന് ശേഷം കേൾക്കാൻ തുടങ്ങിയ പ്ലാറ്റ്ഫോമാണ് ഒ ടി ടി പ്ലാറ്റ്ഫോം. ഒ ടി ടി പ്ലാറ്റ്ഫോമിന്റെ അല്ലെ ഒ ടി ടിയുടെ ഫുൾ ഫോം ഓവർ ദ ടോപ്പ്. ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ റിലീസായ ആദ്യത്തെ മലയാള ചലച്ചിത്രം ഏത്? സൂഫിയും സുജാതയും. സൂഫിയും സുജാതയും. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഇന്ന് തന്നെ. എത്ര മാർക്ക് കിട്ടി എല്ലാവർക്കും? 13 ഇന്നത്തെ കട്ട് ഓഫ്. അപ്പോൾ 13 താഴെ മാർക്കുള്ള എല്ലാവരും തെറ്റിയ പോർഷൻസ് ഒന്ന് നോക്കുക, റിവൈസ് ചെയ്തോളാം. അപ്പൊ നാളെ ഡേ 5 സക്സസ്ഫുള്ളി നമ്മൾ ഡേ 4 വരെ കംപ്ലീറ്റ് ചെയ്തു. ഡേ 5 ആണ്. അപ്പോൾ ഇന്ന് ടെലഗ്രാമിൽ ബാക്കി പോർഷൻസ് ഇട്ട് തരാം. നാളെ രാവിലെ പഠിക്കാനുള്ള 4:30 പഠിക്കാനുള്ള പോർഷൻസ് ഇട്ട് തരാം. വെയിറ്റ് ചെയ്യാം. അപ്പോൾ വീണ്ടും കാണാം. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.